ഇതാണ് ഇപ്പോൾ കേവിൻ്റെ അവസ്ഥ. പ്ലേസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചേരമ്പാടിയുള്ള വെൻഡവർത്ത് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ പ്രഭാകരൻ സാറുണ്ട്. പ്രഭാകരൻ സാറിന് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ചോദിച്ചറിയാം കേട്ടോ. സാറ് പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണ്? കേരളവർമ്മ പഴശ്ശിരാജ ഇവിടെയാണ് പറയുന്നത്. നമ്മൾ ബേസിക്കലി ഈ കേവിനെ നമ്മളിപ്പോൾ വിളിക്കുന്നത് പഴശ്ശീസ് കേവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പഴശ്ശി ഹിസ്റ്ററി റിലേറ്റഡ് ഉള്ള ഒരു കേവ് ആയിരുന്നു ഈ ഒരു കേവ്. സാറേ ഈ കേവ് സാർ എങ്ങനെയാണ് കണ്ടറിഞ്ഞത്? ഇത് ഞങ്ങൾ ഒരു 5 മാസം മുമ്പ് ആക്ച്വലി ഇവിടുത്തെ പഴയ ഇവിടെ 60-70 വയസ്സ് ആൾക്കാരുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ തപ്പി നടന്ന് കുറേ കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇനിഷ്യലി ഈ ഗുഹയൊന്നും എൻട്രൻസ് കാണത്തില്ലായിരുന്നു. ഈ ഒരു പണ്ട് ഒളിത്താവളം അങ്ങനത്തെ ഒരു മോഡൽ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു മാസം തപ്പിട്ടാണ് ഈ കേവ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു എൻട്രൻസ് കുറച്ച് ക്ലിയർ ചെയ്ത് നടന്നു പോകാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കില്ല സാർ. ഓക്കെ. ഇതാണ് ഇപ്പോൾ കേവിൻ്റെ അവസ്ഥ. പ്ലേസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചേരമ്പാടിയുള്ള വെൻഡവർത്ത് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ പ്രഭാകരൻ സാറുണ്ട്. പ്രഭാകരൻ സാറിന് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ചോദിച്ചറിയാം കേട്ടോ. സാറ് പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണ്? കേരളവർമ്മ പഴശ്ശിരാജ ഇവിടെയാണ് പറയുന്നത്. നമ്മൾ ബേസിക്കലി ഈ കേവിനെ നമ്മളിപ്പോൾ വിളിക്കുന്നത് പഴശ്ശീസ് കേവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പഴശ്ശി ഹിസ്റ്ററി റിലേറ്റഡ് ഉള്ള ഒരു കേവ് ആയിരുന്നു ഈ ഒരു കേവ്. സാറേ ഈ കേവ് സാർ എങ്ങനെയാണ് കണ്ടറിഞ്ഞത്? ഇത് ഞങ്ങൾ ഒരു 5 മാസം മുമ്പ് ആക്ച്വലി ഇവിടുത്തെ പഴയ ഇവിടെ 60-70 വയസ്സ് ആൾക്കാരുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ തപ്പി നടന്ന് കുറേ കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇനിഷ്യലി ഈ ഗുഹയൊന്നും എൻട്രൻസ് കാണത്തില്ലായിരുന്നു. ഈ ഒരു പണ്ട് ഒളിത്താവളം അങ്ങനത്തെ ഒരു മോഡൽ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു മാസം തപ്പിട്ടാണ് ഈ കേവ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു എൻട്രൻസ് കുറച്ച് ക്ലിയർ ചെയ്ത് നടന്നു പോകാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കില്ല സാർ. ഓക്കെ.